സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിന് വീണ്ടും കുരുക്ക്. ആദായനികുതി വകുപ്പ് 1700 കോടിയുടെ നോട്ടീസ് കൂടി അയച്ചു. ഇതോടെ ആകെ അടയ്ക്കേണ്ട തുക 3567 കോടി രൂപയായി. ആദായനികുതി വകുപ്പ് നടപടി നാളെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ശരത് കെ ശശി നൽകും വിശദാംശങ്ങൾ. ശരത്, കൂടുതൽ കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദായനികുതി വകുപ്പ് കോൺഗ്രസിനെ കുരുക്കിലാക്കുന്നു. വീണ്ടും 1700 കോടി രൂപ കൂടി പിഴ. അതിൽ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് രാഷ്ട്രീയമായും നിയമപരമായും ഏതൊക്കെ രീതിയിൽ ഇതിനെ നേരിടാനാണ് കോൺഗ്രസിന്റെ നീക്കം? ശ്രുതി, ഈ ആദായനികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ തന്നെ രാഷ്ട്രീയ ചെറുത്തുനിൽപ്പ് ശക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധമൊക്കെ തന്നെ ആഹ്വാനം ചെയ്യുകയും ഇന്നലെയും ഇന്നുമായി പലയിടങ്ങളിൽ പ്രതിഷേധം നടക്കുകയുമാണ്. നിയമ പോരാട്ടം ശക്തമാക്കുന്നതിന് കോൺഗ്രസ് തീരുമാനിക്കുകയും ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അനുകൂലമായ തീരുമാനം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ നാളെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ 1823 കോടി രൂപയുടെ ആദായനികുതി വകുപ്പ് നോട്ടീസ് കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അതിനുശേഷം 3 ദിവസം കഴിയുമ്പോഴാണ് 1745 കോടി രൂപ കൂടി അടയ്ക്കണമെന്ന് കാണിച്ച് ആദായനികുതി വകുപ്പ് 3 നോട്ടീസുകൾ കൂടി നൽകിയിരിക്കുന്നത്. 2014-15 മുതൽ 2016-17 വരെയുള്ള സാമ്പത്തിക വർഷങ്ങൾ, അതായത് 3 സാമ്പത്തിക വർഷങ്ങൾ. ആ 3 സാമ്പത്തിക വർഷങ്ങളിലെ ആദായനികുതി പുനർനിർണയത്തിന് ശേഷമാണ് അതിൻ്റെ നികുതി, അതുപോലെ തന്നെ പലിശ, പിഴ എല്ലാം ചേർത്തുകൊണ്ട് ഇത്രയും ഭീമമായ തുക അടയ്ക്കുന്നതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ ആകെ 3567 കോടി രൂപയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് അടയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് വ്യക്തമാക്കിയ കാര്യം, ഇത്രയും തുക കോൺഗ്രസിന്റെ കയ്യിലില്ല. അതുപോലെ തന്നെ നിയമപരമായി നിലനിൽക്കാത്ത നടപടിയാണ് ആദായനികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് ആ ഒരു നികുതി നോട്ടീസ് സ്വീകരിച്ചുകൊണ്ട് ആദായനികുതി വകുപ്പിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നത്. നാളെ സുപ്രീം കോടതിയിൽ ഈ ഹർജി നൽകിക്കൊണ്ട് പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോകുന്നത് 1993-94 കാലത്തെ ആദായനികുതി നോട്ടീസ് വരെ ഇപ്പോൾ അയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് തീർത്തും ആദായനികുതി നിയമങ്ങളുടെ തന്നെ ലംഘനമാണ്. കാരണം ഒരു കാലപരിധിക്കകത്താണ് ഏജൻസി ഇതിന്റെ പരിശോധനയൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷം നോട്ടീസ് അയക്കേണ്ടത്. അങ്ങനെ സമയബന്ധിതമായി പരിശോധന പൂർത്തിയാക്കാതെയാണ് ഈ നോട്ടീസ് അയച്ചത്. അതിന് നിയമപരമായ നിലനിൽപ്പില്ല എന്ന വാദമായിരിക്കും കോൺഗ്രസ് പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക. ശരി, ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധി നേടുന്ന കോൺഗ്രസിനെ വീണ്ടും കുരുക്കിലാക്കിക്കൊണ്ടാണ് ആദായനികുതി വകുപ്പ് 1700 കോടിയുടെ നോട്ടീസ് കൂടി അയച്ചിരിക്കുന്നത്. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി